ഫ്രണ്ട്സ്, ടെക് പിഎസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. മെൻസുറേഷനിലെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രയാങ്കിൾസ് ആണെങ്കിൽ, ഇന്ന് ഈ ഒരു പാർട്ടില് പാർട്ട് 2 വീഡിയോ ആണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സർക്കിൾസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം ധാരാളം ക്വസ്റ്റ്യൻസ് സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട്, ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സർക്കിൾസ് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള ഒരുപാട് പോയിന്റുകളുടെ ഒരു കളക്ഷൻ എന്ന് വിളിക്കുന്ന പേരാണ് സർക്കിൾ. ഓക്കെ, അപ്പോ ഈ പോയിന്റിൽ നിന്നും ഈ സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാലും ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ സെയിം ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. ഓക്കെ, അപ്പൊ അതാണ് റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ the path of the point which is always equal from its center is called circle എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഈ സർക്കിളിലെ മറ്റൊരു പോയിന്റ് ആണ്. എന്താണ് ഒരു സർക്കിളിലെ ആർക്ക് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ആർക്ക് എന്ന് പറഞ്ഞാല് സർക്കിളിന്റെ ഒരു പാർട്ട്, സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. ഓക്കെ, അപ്പൊ ഒരു ആർക്കിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും. അതൊരു പെരിമീറ്ററിന്റെ പാർട്ടാണ്. ഒരു ആർക്കിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഓക്കെ, ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഓൺ ദ സർക്കംഫറൻസ് ഓർ പെരിഫറി, അതിന്റെ പുറമേ ഉള്ള ഭാഗമാണ്, അതിനെയാണ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് കോഡാണ്. കോഡ് എന്ന് പറയുമ്പോൾ സർക്കിളിലെ ഏത് രണ്ട് പോയിന്റ്സ്, ഇവിടെ രണ്ട് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് എയും ഈ ഒരു പോയിന്റ് ബിയുമാണ്. ഈ എ ബി എന്ന് പറയുന്ന ലൈൻ നോക്കൂ. എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നോക്കേണ്ടത്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോഡ് ഈസ് ദ ലൈൻ. ഈ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ്, എനി ടു പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്പെസിഫിക് ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ഈസ് കോൾഡ് കോഡ്. അപ്പോ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടോ? ഈ ഡയമീറ്റർ അപ്പൊ എന്തായിരിക്കും? ഈ ഡയമീറ്ററിനേക്കാൾ വലിയ, ഈ ഡയമീറ്ററിനെ ഞാൻ PQ എന്ന് കൊടുക്കാം. ഈ ഡയമീറ്ററിനേക്കാൾ വലിയ കോഡ് ഇതിൽ വരയ്ക്കാനില്ല. ഓക്കെ, ഡയമീറ്ററിനേക്കാൾ വലിയ കോഡുകൾ വരയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇതെന്താണ്? ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം. ആ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സർക്കിളിലെ ഏറ്റവും വലിയ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇതാണ് ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് വീണ്ടും നമ്മൾ പറഞ്ഞു വരികയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു എന്താണൊരു സെക്ടർ എന്ന് നമ്മൾ പറയാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്ടർ, അതിനു മുമ്പ് ഒരു സെഗ്മെന്റ് എന്താണെന്ന് പറയാം. ഒരു സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാല് ദ പാർട്ട് ഓഫ് ദ സർക്കിൾ ഓർ ഏരിയ ബൗണ്ട് ബൈ ദ ആർക്ക് ആൻഡ് കോഡ് ഈസ് ദ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആർക്ക് ഉണ്ട്. ഈ ഒരു ആർക്കിന്റെ കൂടെ ഇവിടെ നേരത്തെ ഞാൻ മാർക്ക് ചെയ്തിരുന്നു AB എന്ന്. AB എന്ന് പറയുന്ന കോഡും കൂടെ ആ ആർക്കിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ആർക്കും ഈ കോഡും ചേർന്ന് ഒരു ഏരിയ എൻക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഈ എൻക്ലോസ് ചെയ്യുന്ന ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. ഇതാണ് ഒരു സർക്കിളിന്റെ സെഗ്മെന്റ്. അവിടെ ഈ ഒരു ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് സർക്കിളിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ടർ ആണ്. സെക്ടർ എന്ന് പറയുമ്പോ, സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർക്കും ആ ആർക്കിന്റെ രണ്ട് എൻഡുകൾ ജോയിൻ ചെയ്യുന്ന കോഡും തമ്മിൽ എൻക്ലോസ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്ടർ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ, അതൊരു ആർക്ക് തന്നെയാണ്. ആ ആർക്കിന്റെ രണ്ട് എൻഡുകൾ സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെക്ടറിന്റെ ഒരു ഭാഗം ഒരു ആർക്കായിരിക്കും, ബാക്കി രണ്ട് ഭാഗവും ആ സർക്കിളിന്റെ, ആ ആർക്കിന്റെ രണ്ട് ഭാഗവും ഫില്ല് ചെയ്യുന്നത് ആ സർക്കിളിന്റെ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ സർക്കിൾ bound by two radii meeting at an angle and arc. ഒരു ആംഗിളും ആർക്കും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ, ഈ എൻക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ക്വാഡ്രന്റ് എന്താണെന്നാണ്. ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 90 ഡിഗ്രിയിൽ ഇത്തരത്തിൽ ഒരു പാർട്ട്, ഒരു 3/4 പാർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിവിടെ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3/4 പാർട്ട് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു ക്വാഡ്രന്റ്.
അപ്പൊ ഈ ക്വാഡ്രന്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ക്വാഡ്രന്റ് എന്ന് ചോദിക്കുന്നേക്കാളും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇത്തരത്തില് ക്വാഡ്രന്റ് സെക്ടർ എന്നൊക്കെ നമുക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ a part of the circle with radius making 90 degree with each other is a quadrant. ഓക്കെ, അതായത് ഒരു സർക്കിളിന്റെ കാൽ ഭാഗം, ഒരു ക്വാർട്ടർ പാർട്ട്, 1/4 പാർട്ട്. ഓക്കെ, അതിനെയാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെല്ലാം സർക്കിളിനെ സംബന്ധിക്കുന്ന വളരെ കോമൺ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ടേംസ് ആണ്. അപ്പൊ ഈ ടേംസ് എല്ലാം എന്തിൽ ചോദിക്കും? ആ ഒരു ക്വസ്റ്റ്യൻസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഈ ഒരു ടേംസ് വരും. അപ്പൊ അതെന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, ഇനി അടുത്തത് സർക്കിളിന്റെ കുറച്ച് ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ ഏരിയയും സർക്കംഫറൻസും കണ്ടുപിടിക്കുന്ന കുറച്ച് ഇക്വേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏരിയ ഓഫ് ദ സർക്കിൾ. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, പൈ ആർ സ്ക്വയർ. ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് പൈ ആർ സ്ക്വയർ വെയർ ആർ ഈസ് ദ റേഡിയസ്. നമുക്കറിയാലോ ആർ ഈസ് ദ റേഡിയസ്, അതായത് റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. അതായത് ഡയമീറ്റർ d is equal to 2r. അപ്പൊ ആറും ഡയമീറ്ററും എങ്ങനെയാ കണക്ട് ആയിരിക്കുന്നത്? r is equal to d/2. ഡയമീറ്ററിന്റെ പകുതി എടുത്താൽ എന്തായി? റേഡിയസ് ആയി. അപ്പൊ ഇൻ കേസ് നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളെങ്കിൽ we can use this equation pi d square by 4. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാലും മതി. കാരണം ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഒന്നുമല്ല, വേറൊരു ഫോം എന്ന് മാത്രമേ ആയുള്ളൂ. രണ്ടിലും ഒരുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും നമുക്ക് വളരെ കൂടുതൽ ടൈം നഷ്ടമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോ ഇതാണ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വൺസ് മോർ ഞാൻ പറയാണ്, പൈ ആർ സ്ക്വയർ. ഇനി എന്താണ് ഈ പൈ? പൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കിട്ടുന്നത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിനെ, അതായത് ഒരു സർക്കിളിന്റെ പെരിമീറ്ററിനെ അതിന്റെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പൈ. ഓക്കെ, അപ്പോ റേഡിയസ് അല്ല, ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പൈ. ഒരു സർക്കിളിന്റെ പെരിമീറ്ററിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് പൈ. ഓക്കെ, അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്, അല്ലെങ്കിൽ 3.14. അപ്പൊ ദ വാല്യൂ ഓഫ് പൈ ഈസ് ഈക്വൽ ടു 22/7, അല്ലെങ്കിൽ നമുക്ക് അതിനെ 3.14 എന്നും പറയാം. 22/7 അല്ലെങ്കിൽ 3.14. ഓക്കെ, ഇനി അടുത്തത് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്ററിനെ, ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പെരിമീറ്റർ ഞാൻ പെരിമീറ്റർ എന്ന് തന്നെ എഴുതാം. ഓക്കെ, പെരിമീറ്റർ എന്ന് തന്നെ എഴുതാം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ? അതിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന്? പൈ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ പൈ എന്ന് പറയുന്ന വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഡയമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൈ ഡി. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2r ആണ്. അപ്പൊ നമുക്ക് 2πr എന്ന ഇക്വേഷൻ മാറും. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും, അതായത് 2πr ആയാലും പൈ ഡി ആയാലും, അത് സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ is given by 2πr equal to pi d. രണ്ടും ഒരേ ഇക്വേഷന്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫോംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട, പെരിമീറ്ററുമായിട്ട്, സർക്കംഫറൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് 2πr, മറ്റൊന്ന് പൈ ആർ സ്ക്വയർ, വേർ പൈ ഈസ് ഈക്വൽ ടു 3.14 or 22/7. അപ്പൊ പൈയുടെ വാല്യൂ ഇതിൽ ഏതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 22/7 ഇട്ട് കൊടുത്താൽ 7 ക്യാൻസൽ ആവും. ഓക്കെ, 7 ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് കുറെ കൂടെ എളുപ്പത്തിൽ അതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യാം. യെസ്, ഇനി അടുത്തത് സെമി സർക്കിൾ ആണ്. പേര് തന്നെ ഉണ്ട്. സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന്റെ പകുതി. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ. ഓക്കെ, അതൊരു സെക്ടർ ആണ്. അതിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ സെക്ടർ പറഞ്ഞപ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ പറയാനായിട്ട് വിട്ടുപോയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു സെക്ടർ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതൊരു സെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആർക്കും. ഈ ആർക്കിന്റെ ലെങ്തിന് ഞാൻ L എന്ന് വിളിക്കാം കേട്ടോ. ആർക്ക് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ആർക്കും അതിന്റെ ഇരുവശങ്ങളിലുമുള്ള റേഡിയസും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? സെക്ടറിന്റെ ഇതൊരു സെക്ടർ ആയി. ഓക്കെ,
അപ്പൊ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ബൗണ്ട് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, ആ ഒരു ആംഗിൾ തീറ്റയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു സെൻട്രൽ ആംഗിൾ കൂടി 180 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഈ ഷേപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ. അതാണ് ഇവിടെ പറയുന്നത്. സെമി സർക്കിൾ ഈസ് എ സെക്ടർ ഹൂസ് സെൻട്രൽ ആംഗിൾ ഈസ് 180 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആയിട്ടുള്ള സെക്ടറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെമി സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ഇത് മൊത്തം 2πr ആണ്. ഒരു സർക്കിളിന്റെ മൊത്തം പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ അതിന്റെ പകുതി എന്നെ വരുള്ളൂ. ഇത് 2π പകുതി എത്രയായിരിക്കും? πr. അപ്പോ ഇതാണ് ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. 2πr പകുതി πr. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എൻറ്റയർ സർക്കിളിന്റെ ഏരിയയുടെ പകുതി. എൻറ്റയർ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുൻപേ കണ്ടതാണ്. എന്താണ്? πr². πr² പകുതി എത്രയാ? πr² പകുതി πr²/2. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ദ സെമി സർക്കിളും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ആർക്ക് ലെങ്ത്, നമ്മൾ അതിനെ L എന്നാ വിളിക്കുന്നത്. ആർക്ക് ലെങ്തിന്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് R, ഇവിടെയും ഒരു R ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്ക് ലെങ്ത് പ്ലസ് ഈ ഒരു R പ്ലസ് ഈ R. ശരിയാണല്ലോ? ഇത്രയും ചെയ്യുമ്പോഴല്ലേ ഇതിന്റെ എന്താവുള്ളൂ? ഈ സെമി സർക്കിളിന്റെ പെരിമീറ്റർ ആവുള്ളൂ. അപ്പൊ ആർക്ക് ലെങ്തിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, πr ആണ്. അപ്പൊ πr പ്ലസ് R പ്ലസ് R എന്താണ്? 2r. അപ്പൊ ഇവിടുന്ന് R കോമൺ ആയിട്ട് എടുത്താൽ R × π+2. ശരിയാണല്ലോ? അപ്പൊ ഇതാണ് R × π+2. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഒരു സെമി സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് R × π+2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു സെമി സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റും പോയിന്റും എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സെമി സർക്കിളൊക്കെ. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും നമ്മൾ ചോദിക്കുന്നത്, കൂടുതലും കണ്ടുവരുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത സർക്കിളിന്റെ സെക്ടർ ആണ്. സെക്ടർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെക്ടർ നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഒരു ആർക്കും ആ ആർക്കിന്റെ ഇരുവശങ്ങളിലായിട്ട് അതിനെ ജോയിൻ ചെയ്യുന്ന രണ്ട് റേഡിയസ്, അതിനെ ബൗണ്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ ആംഗിൾ. ഇത്രയുമാണ് ഒരു സെക്ടറിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം. അപ്പൊ ഇതൊരു സെക്ടർ ആണ്. ഓക്കെ, യെസ്. അപ്പോ ഈ സെക്ടറിന്റെ ഈ ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആദ്യം എഴുതുന്നത്. വളരെ ഈസിയാണ്, അത് കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സെക്ടറിന്റെ ഈ ഒരു പാർട്ട് ഈ സർക്കിളിന്റെ എത്ര പാർട്ടാണ് എന്നല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സി, ഈ സർക്കിൾ മുഴുവൻ, ഒരു സർക്കിളിന്റെ എൻറ്റയർ ആംഗിൾ എത്രയാണ്? അത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 360 ഡിഗ്രിയിൽ തീറ്റ എന്ന് പറയുന്ന ഇത്രയും ഭാഗമാണ് ഈ സെക്ടർ ബൗണ്ട് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ θ/360 ഡിഗ്രിയാണ് ഇതിന്റെ ആംഗിൾ. ക്ലിയർ ആണല്ലോ? യെസ്. അതേ ഇൻറ്റു ഈ ടോട്ടൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 2πr ആണ് അല്ലെ? അപ്പൊ അതേ ഇൻറ്റു 2πr ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ആർക്ക് ലെങ്ത് കിട്ടും. അപ്പോ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഇസ് ഈക്വൽ ടു θ/360 × 2πr. ഇതാണ് നമുക്ക് ഇക്വേഷൻ. അതായത് വെറുതെ ഇതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. 2πrൽ എത്ര ഭാഗമാണ് ഈ ഒരു ആർക്ക് വരുന്നത്, എത്ര ഭാഗമാണ് ഈ ഒരു ആർക്ക് കവർ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്താണ്? θ/360 × 2πr എന്ന് പറയുന്ന ഇക്വേഷൻ. മനസ്സിലായല്ലോ? യെസ്. അപ്പോ അതായി. അപ്പോ അവിടെ എല്ലും തീറ്റയും ആറും എല്ലാം എന്താണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും തീറ്റ ആംഗിൾ ഓഫ് സെക്ടർ, എൽ ആർക്ക് ലെങ്ത് ആണ്, അതുപോലെ റേഡിയസ് ആണ് ആർ. ക്ലിയർ? യെസ്. ഇനി അടുത്തത് പെരിമീറ്റർ ഓഫ് എ സെക്ടർ പി ആണ്. ഒരു സെക്ടറിന്റെ ഈ ഒരു സെക്ടറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ കണ്ടതാണ്. 2r + l. എല് ഇവിടെ നേരത്തെ πr ആയിരുന്നു, സെമി സർക്കിളിൽ πr ആയിരുന്നു. പക്ഷെ ഇവിടെ സെമി സർക്കിൾ അല്ലല്ലോ, അതുകൊണ്ട് L എന്ന് തന്നെ അങ്ങ് എഴുതുകയാണ്. ആ L കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ 2r + l. L നമുക്കറിയാം, L = θ/360 × 2πr. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. അതായത് ഇത്രയും ഭാഗത്തിന്റെ പെരിമീറ്റർ. ഓക്കെ, കാരണം ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കുറച്ചൊരു ഹയർ ലെവൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഇമാജിനേഷൻ കൂടെ വേണം. അതായത് ഈ ഒരു ഭാഗത്തിനെ ഒന്ന് മടക്കി ഈ രണ്ട് റേഡിയസും കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോൺ കിട്ടും. ആ ഒരു സോളിഡ് ഫിഗറിനെ, ആ ഒരു സോളിഡ് ഷേപ്പിനെ, 3 ഡയമെൻഷണൽ ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺ. അപ്പൊ ഈ ഒരു കോണിന്റെ ഒരു ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ചുറ്റുമുള്ള ആ ഒരു സർഫസ് ഏരിയ, ഓക്കെ, ആ വക്രത പരപ്പളവ്, ആ ഒരു ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഈ ഒരു സെക്ടറിന്റെ ഏരിയ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതവിടെ കോണിൽ പറയും. കോൺ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് സെക്ടറിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. കാരണം അത്രയും ലൂപ്സ് ഉണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അതാണ് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ആയി. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ പെരിമീറ്റർ ലെങ്ത് ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? എത്രയാണ് ഈ സെക്ടറിൽ, ഈ എൻറ്റയർ സെക്ടർ, ഈ സർക്കിളിന്റെ എത്ര പാർട്ട് ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? പെരിമീറ്റർ, ടോട്ടൽ പെരിമീറ്റർ കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഏരിയ ഓഫ് ദ സെക്ടർ ആണ്. ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എൻറ്റയർ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ഈ സെക്ടർ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ എൻറ്റയർ സർക്കിളിന്റെ തീറ്റ ബൈ 360 ഡിഗ്രി ആണ് ഈ ഒരു പാർട്ട് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ πr സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു πr സ്ക്വയർ. അപ്പൊ എന്താവും? തീറ്റ ബൈ 360 ഇൻറ്റു πr സ്ക്വയർ എന്നായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, LR/2 എന്ന് പറയുന്ന ഇക്വേഷൻ കൂടെ ഉണ്ട്. അതായത് നമുക്ക് പറയാം, ഇതാണ് എല്ലിന്റെ ഇക്വേഷൻ. ഈ എല്ലിനെ ഒരു ആറും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഒരു 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താവും? 2 ക്യാൻസൽ ആയി പോയില്ലേ? R into R എന്തായി? R സ്ക്വയർ ആയിട്ട് മാറി. അതായത് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് തന്നെ കിട്ടും. ക്ലിയർ ആണോ? അതാണ് LR/2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് ചിലപ്പോൾ സിംപ്ലിഫിക്കേഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏരിയ ഓഫ് എ സെക്ടർ LR/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇതാണ് ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ ആർക്ക് ലെങ്ത്, അതിന്റെ പെരിമീറ്റർ, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ഇത്രയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിന്റെ പല ടൈപ്സും അതിന്റെ പല ഫോംസും ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഏത്? ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത്. സെക്ടറും സെഗ്മെന്റും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ നമ്മൾ ഒരു സർക്കുലാർ റിംഗ്, ഇതിന് ആനുലാർ റിംഗ് എന്നും പറയും, രണ്ടും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. സർക്കുലാർ റിംഗ്. സർക്കുലാർ റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വലിയ സർക്കിൾ, ഓക്കെ, അതിനുള്ളിൽ വേറൊരു ചെറിയ സർക്കിൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ഷേപ്പ് ഇവിടെ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഷേപ്പിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർക്കുലാർ റിംഗ് അല്ലെങ്കിൽ ഒരു ആനുലാർ റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഷേപ്പ് നോക്കൂ. ഈ ഒരു ഷേപ്പില് നമുക്ക് രണ്ട് റേഡിയസ് ഉണ്ട്. അതായത് ഈ വലിയ റേഡിയസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ റേഡിയസ്. അതായത് വലിയ ഏറ്റവും പുറമെയുള്ള റേഡിയസിന്റെ സർക്കിളിന്റെ റേഡിയസ് ഔട്ടർ റേഡിയസ്. ഇനി ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇതാണ് ഇന്നർ റേഡിയസ്. അപ്പോ രണ്ട് റേഡിയസ് ആണ് ഒരു സർക്കുലാർ റിംഗിലുള്ളത്. ഏതൊക്കെയാണത്? ഒരു ഔട്ടർ റേഡിയസും ഉണ്ട്, ഒരു ഇന്നർ റേഡിയസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്കുലാർ റിംഗിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ഓരോ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. അപ്പൊ നോക്കൂ, ഇവിടെ ഈ ഒരു എൻറ്റയർ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ഷേപ്പിന്റെ, ഈ ഒരു ഡോണറ്റ് പോലെ ഇരിക്കുന്ന ഈ ഒരു ഷേപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്കത് കണ്ടുപിടിച്ചാലോ? വലിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈക്വൽ ടു പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇതാണ് വലിയ സർക്കിളിന്റെ ഏരിയ. ഇനി ചെറിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ സ്മോൾ ആർ സ്ക്വയർ. ഇതാണ് ചെറിയ സർക്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പോ പൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. അതായത് ഔട്ടർ റേഡിയസിന്റെ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ ഇതാണ് ഒരു സർക്കുലാർ റിംഗിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഇത്ര 2D ഷേപ്സ് ആണുള്ളത്. 2D ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 2 ഡയമെൻഷനിൽ ആകെ ഇത്ര ഷേപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? സെക്ടർ പഠിച്ചു, സെഗ്മെന്റ് പഠിച്ചു. ആദ്യം എൻറ്റയർ സർക്കിൾ, അത് കഴിഞ്ഞ് സെക്ടർ, സെഗ്മെന്റ്, അതുമായിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻ, അത് കഴിഞ്ഞിട്ട് സെമി സർക്കിൾ പഠിച്ചു. ഇപ്പോ ഒരു സർക്കുലാർ റിംഗും പഠിച്ചു. ഇങ്ങനെ പല ഫോംസിൽ വരും. അപ്പൊ ഇതിന്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ്
അപ്പോ നമുക്ക് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ കോൺസെപ്റ്റ് ഒന്നുകൂടെ നമുക്ക് ഫെമിലിയർ ആവാനായിട്ട് അതുമായിട്ട് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ സർക്കംഫറൻസ് ഇഫ് ദ ഏരിയ ഓഫ് എ സർക്കുലർ ഷേപ്പ് ഓഫ് ലാൻഡ് ഈസ് 616 മീറ്റർ സ്ക്വയർ. ഒരു സർക്കുലർ ഷേപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്, അതിന്റെ ഏരിയ 616 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഏരിയ ആണ് അല്ലെ. ഏരിയ A is equal to 616 മീറ്റർ സ്ക്വയർ. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. സർക്കംഫറൻസിന്റെ ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതി നോക്കിയാൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പൊ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് r വേണം, റേഡിയസ് വേണം. റേഡിയസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. യെസ്, നമുക്ക് കണ്ടുപിടിക്കാം. 616 ആണ്. അപ്പൊ 616 is equal to പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറയുമ്പോൾ 22/7 r സ്ക്വയർ ആണ്. നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് 616 into 7 divided by 22 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 11 ആണ്. ഓക്കെ, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 616ന്റെ പകുതി 600ന്റെ പകുതി 300, 16ന്റെ പകുതി 8. അപ്പൊ 300 + 8 308, 308 എന്ന ആൻസർ വരും. ഇത് നമുക്ക് വീണ്ടും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. 308 divided by 11 എത്രയാ? 11 22 എന്ന് വരും. ബാലൻസ് ആയിട്ട് 8 ആണ് വരുന്നത്. 8 താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്ര? 8 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 28 എന്നാണ്. സോ നമ്മുടെ r സ്ക്വയർ is equal to 28 into 7 എന്ന് വരും. 8 into 7 56 ആണ്. പ്ലസ് ഒരു 56 ആണ്. പ്ലസ് ഒരു 5 വരും. 2 into 7 14, 14 plus 5 19. അപ്പൊ 196 എന്ന് വരും. ഇത്രയും മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r is equal to root of 196 അല്ലേ? അത് എത്ര വരും? 196 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 14 ആണ്. 14ന്റെ സ്ക്വയർ ആണ് 196 ആണ്, നമുക്ക് അറിയാം. അപ്പൊ r is equal to 14 എന്ന് കിട്ടി. വളരെ ഈസി ആണ്. r is equal to 14 എന്ന് കിട്ടി. ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സർക്കംഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കുള്ള ഇക്വേഷൻ 2πr ആണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ 2 into പൈക്ക് പകരം 22/7 into r 14 ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ആയിട്ട് 2 വരും. 2 into 2 4 ആണ്. അപ്പൊ 4 into 22 എത്ര വരും? 88 മീറ്റർ എന്ന് വരും. സോ ഈ ഒരു സർക്കുലർ ഷേപ്ഡ് ലാൻഡിന്റെ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 88 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അത് ആൻസർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. സർക്കംഫറൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല. പകരം എന്താ ചോദിക്കാൻ സാധ്യതയുള്ളത്? ഈ ഒരു ഏരിയ ഫെൻസ് ചെയ്യണം. ആ ഫെൻസ് ചെയ്യാനായിട്ട് എത്ര ഇപ്പോ മീറ്ററിന് ഇത്ര രൂപ റേറ്റില് എത്രയായിരിക്കും ഫെൻസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇവിടെ find the side of the square into which it can be bent if a wire is in the form of a circle of radius 49 centimeter. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 49 സെന്റിമീറ്റർ ആണ്. ഈ സർക്കുലർ ഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ട് ഒരു കമ്പാണത്, ഒരു വയറാണത്. ഓക്കെ, ആ വയറിനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയറിന്റെ സൈഡ് എത്ര? അതായത് ഇവിടെ ഇപ്പൊ അത് സർക്കുലർ ഷേപ്പിൽ ഇരിക്കുകയാണ്. ഈ സർക്കുലർ ഷേപ്പിൽ ഇരുന്നാലും സി ഇവിടെ യെസ്, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ ഒരു സർക്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് രണ്ടും വരയ്ക്കാം. യെസ്, ഒരു സ്ക്വയർ ഷേപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിലാണെങ്കിലും ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെരിമീറ്റർ തീർച്ചയായിട്ടും സെയിം ആയിരിക്കും അല്ലെ? ഈ രണ്ട് ഷേപ്പിന്റെ പെരിമീറ്റർ സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ടല്ലോ. ഈ റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr. ഓക്കെ, അപ്പൊ 2πr എന്ന് പറയുമ്പോൾ 2 into 22/7 into 49. r 49 ആണല്ലോ, ക്യാൻസൽ ചെയ്യാലോ. 7. അപ്പോ എന്ത് കിട്ടും? 2 into 22 into 7 എന്ന് കിട്ടും. 14 into 22. ഇത് ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 308 എന്ന് വരും. ക്ലിയർ? അപ്പോ ഇതിന്റെ പെരിമീറ്റർ തന്നെയായിരിക്കും ഇതിന്റെ പെരിമീറ്റർ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഒരു സൈഡ് a ആണ്. അപ്പൊ a 4a എന്ന് പറയുന്നത് എന്താണ്? ഈ 308 എന്ന് പറയുന്നത് ഇതേ വാല്യൂ തന്നെയാണ്. കാരണം ഇതിന്റെ പെരിമീറ്റർ ഇപ്പൊ എത്രയാണ്? 4a അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
A is equal to എന്തെന്ന് വരും 308 divided by 4. 308 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി എടുത്ത് പെട്ടെന്ന് പോയാലും മതി. അങ്ങനെ പോയാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ രൂപപ്പെടുന്ന ഒരു സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? യെസ്. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം ഇവിടെ what is the side of the largest square cut out from a circle of 50 centimeter diameter? 50 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൽ നിന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര എന്നാണ്. ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു സർക്കിൾ ആണ്. ഈ സർക്കിളില് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്ക്വയർ ആണ് ഞാൻ ഇപ്പൊ ഈ വരച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു തിയറി ആയിട്ടും നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത്തരത്തില് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ എ ആയിട്ട് എടുക്കാം. അപ്പൊ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പൊ ഈ ഒരു സൈഡ് എത്ര വരും? നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും ഈക്വൽ ടു റൂട്ട് 2a സ്ക്വയർ എന്ന് വരും. എല്ലാം പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് റൂട്ട് 2a എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ ഡയഗണലിന്റെ ലെങ്ത് എന്താണ്? റൂട്ട് 2a. ഓക്കെ, ഈ റൂട്ട് 2a ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഇസ് ഈക്വൽ ടു 2r. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 2r എടുക്കേണ്ട കാര്യമില്ല. റൂട്ട് 2a ഇസ് ഈക്വൽ ടു 50. ഡയമീറ്റർ തന്നെ എടുത്താൽ മതി. അപ്പൊ a ഇസ് ഈക്വൽ ടു എന്താണ്? ഒരു സൈഡ് a ഇസ് ഈക്വൽ ടു 50 ബൈ റൂട്ട് 2. 50 ബൈ റൂട്ട് 2 എടുത്താൽ മതി. റൂട്ട് 2 വാല്യൂ 1.414 ആണ്. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 1.414 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും ഈ ഒരു സൈഡിന്റെ ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൻസർ 35.36 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതനുസരിച്ചിട്ട് ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതേപോലൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഈ റെക്റ്റാങ്കിളില് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിളിന്റെ ഡയമെൻഷൻ ചിലപ്പോൾ അതിന്റെ പെരിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് ആയിരിക്കും. അതെത്ര എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റെക്റ്റാങ്കിളിന്റെ ഏറ്റവും ചെറിയ സൈഡ് ഏതാണോ, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ നോർമലി നീളം കുറഞ്ഞ ഭാഗമാണ് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുന്നത്. അത്തരത്തിൽ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ ആ ബ്രെഡ്ത്ത് ആയിരിക്കും ഈ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ. എത്രയാണോ ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അതേ ഡയമീറ്റർ ഇതിന്റെ ബ്രെഡ്ത്ത് ആയിരിക്കും. ലെങ്ത് എടുക്കരുത്, ബ്രെഡ്ത്ത് ആയിരിക്കും. ഇതാണ് ഇതിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിളിന്റെ ഡയമെൻഷൻ. സർക്കിളിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്ത് മാത്രമേ വരുള്ളൂ? ഡയമീറ്റർ റേഡിയസോ മാത്രമേ വരുള്ളൂ. ആ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും? എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാനുമായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. യെസ്. അപ്പോ വേറെ കുറച്ച് കോൺസെപ്റ്റുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കുക? ഈ ഒരു ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. Calculate the area of the cross section of pipe having outside diameter 17 cm and inside diameter 14 cm എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും, അതായത് ഔട്ട്സൈഡ് റേഡിയസും ഇൻസൈഡ് റേഡിയസും തന്നെയാണ്. ഇതിന്റെ പകുതി എടുക്കുമ്പോൾ അതായത് 17.5 എന്ന് പറയുന്നത് എന്താണ് 8.5 ആണ്. അതുപോലെ 14.5 എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ റെസ്പെക്റ്റീവ്ലി ഔട്ട്സൈഡ് റേഡിയസും ഇൻസൈഡ് റേഡിയസും അല്ലെങ്കിൽ ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ്ലി എന്തായിട്ട് മാറും? 8.5 സെന്റിമീറ്ററും 7.5 സെന്റിമീറ്ററുമായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി വെച്ചിട്ട് ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച സർക്കുലർ റിംഗിന്റെ അല്ലെങ്കിൽ ആനുലാർ റിംഗിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. കാരണം നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഏതാ ഇക്വേഷൻ? പൈ ഇൻറ്റു ഔട്ടർ റേഡിയസിന്റെ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസിന്റെ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഔട്ടർ റേഡിയസ് ഇവിടെ എത്രയാണ്? പൈ ഇൻറ്റു ഔട്ടർ റേഡിയസിന്റെ പൈ ഇൻറ്റു ഔട്ടർ റേഡിയസിന്റെ സ്ക്വയർ മൈനസ് ഇന്നർ റേഡിയസിന്റെ സ്ക്വയർ. പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഓക്കെ. അപ്പോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ഇതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാക്കാം. കാരണം നമ്മൾ ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് ഐഡന്റിറ്റീസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് ഇത് കിടക്കുന്നത്, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. കാരണം 8.5 ഒക്കെയാണ്. ഇതിന്റെ സ്ക്വയർ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പറ്റില്ല എന്നല്ല, പക്ഷെ അതിന് കുറച്ചുകൂടെ ടൈം എടുക്കും. അതിനേക്കാളും ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഇതിനെ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിനെ നമുക്ക് ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ എന്ന് ഒന്ന് ചുരുക്കി എഴുതിയാലോ? യെസ്, അങ്ങനെ ചുരുക്കി എഴുതാം. അങ്ങനെ ചുരുക്കി എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഈ വാല്യൂസ് എല്ലാം ഇതിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഒന്ന് നോക്കിക്കോളൂ. അപ്പോ ഇവിടെ ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും അറിയാലോ. 8.5ഉം 7ഉം ആണ്. അപ്പൊ 8.5 പ്ലസ് 7 അത് എത്ര കിട്ടും? 15.5 എന്ന് കിട്ടും. 8.5 മൈനസ് 7 1.5 എന്ന് കിട്ടും. ഓക്കെ. അതിനെ ഇൻറ്റു പൈ ഇത്രയും ചെയ്താൽ മതി. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 73 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ വാല്യൂ കിട്ടുക. ഓക്കെ, 73 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്, ആ ഒരു വഴിയാണ് നോക്കേണ്ടത്. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് ചെയ്യുക. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് find the perimeter and area of the sector of circle of radius 7 cm and its angle is 120 degree. ആംഗിൾ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണെന്നും കൊടുത്തിട്ടുണ്ട്. അതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്ററും കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് സെക്ടറും കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആദ്യം ആ സെക്ടർ ഒന്ന് വരച്ചു നോക്കിയാലോ? ആ സെക്ടർ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ സെക്ടർ. ഇത് ഈ ഒരു സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇതും റേഡിയസ് ആണ്. അപ്പൊ ഇതാണ് ആർക്ക് ലെങ്ത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ? യെസ്. അപ്പോ ആർക്ക് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ ലെങ്ത് ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് L+2R ആണ്. R+R+L. അപ്പൊ അതിന് നമുക്ക് L വേണം, ലെങ്ത് ഓഫ് ദ സെക്ടർ വേണം അല്ലെ? അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ ആദ്യം കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. θ/360 × 2πr. ഇതാണ് ഇക്വേഷൻ. θ/260 × 2πr. കാരണം 2πr ടോട്ടൽ പെരിമീറ്റർ ആണ്. അതിന്റെ θ/60 പാർട്ട്, അതായത് 120 / 360 × 2πr. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും.
12 into 3 ആണ് 36 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു 3 വരും. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എടുത്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ എന്തെന്ന് വരും? 1/3 into 2 into 22/7 into 7 7 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 2 into 22 divided by 3 എന്ന് വരും. അതായത് 44 divided by 3. ആൻസർ ഏകദേശം 14.67 സെന്റിമീറ്റർ എന്നാണ് വരിക. ഓക്കെ, 14.67 സെന്റിമീറ്റർ. ഇത് എന്തിന്റെ ലെങ്ത് മാത്രമേ ആയുള്ളൂ? ആർക്ക് ലെങ്ത് മാത്രമേ ആയുള്ളൂ. നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനില്ല, നമുക്ക് ടോട്ടൽ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ കിട്ടിയ വാല്യൂവിനെ എടുത്ത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? പെരിമീറ്റർ ഓഫ് ദ അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു L+2R. അതായത് 14.67 പ്ലസ് 14 പ്ലസ് 14 128 ആണ്. അപ്പൊ 28.67 സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ പെരിമീറ്റർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ഓഫ് ദ സെക്ടർ ആണ്. ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ എന്താണ്? θ/360. അപ്പൊ എത്ര പാർട്ട് എന്നാവും? എത്ര പാർട്ട് എന്നായി കഴിഞ്ഞാൽ ഇൻറ്റു ടോട്ടൽ ഏരിയ, അത് πr². അല്ലെ, ടോട്ടൽ ഏരിയ πr². അപ്പൊ ഇവിടെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. അപ്പൊ 1/3 into 22/7 into 7 into 7. അപ്പൊ ഒരു 7 വീതം ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഒരു 7 വീതം ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് ചെയ്യാം? ബാക്കി വാല്യൂസ് എല്ലാം കൂടെ എടുക്കുമ്പോഴേക്കും അതായത് 22 into 7 divided by 3 എന്ന് വരും. ബാക്കി എല്ലാ വാല്യൂസും ക്യാൻസൽ ആയി പോകും. അത് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 51.33 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഏരിയയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോ ഇത്രയുമാണ് ഇതില് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. യെസ്. അപ്പോ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് വരുന്ന 2D ഷേപ്പ് ആയിട്ടുള്ള കുറച്ച് റെഗുലർ ആയിട്ടുള്ള പോളിഗൺസ്, അതായത് റെക്ടാംഗുലർ, സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് റെഗുലർ പെന്റഗൺ, റെഗുലർ ഹെക്സഗൺ, അങ്ങനെയുള്ള കുറച്ച് പോളിഗൺസ്, അതിന്റെ ഡയമീറ്റർ, അതിന്റെ ഏരിയ, അതിന്റെ പെരിമീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ഒരു പാർട്ടിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അടുത്ത ഒരു സെക്ഷനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.